من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. ബഹുമാന്യ അധ്യക്ഷൻ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ പണ്ഡിതരെ, ഗുരുനാഥന്മാരെ, സാരഥികളെ, പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, പിതാക്കളെ, മാതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട MSMന്റെ കൊച്ചുകുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷ, സമാധാനം നമുക്കെല്ലാവർക്കും ഇവിടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സംസ്ഥാനത്ത് ഖുർആനും ഹദീസും പഠിച്ച് നന്മയുടെ വഴിയെ സഞ്ചരിക്കണം എന്നും ജീവിതത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ മഹല്ലത്തിലുമൊക്കെ സമാധാന അന്തരീക്ഷം ഖുർആനും ഹദീസും ഉണ്ടാക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർന്നിട്ടുള്ള ജനസഞ്ചയമാണ് നാം കാണുന്നത്. പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ അതിൻ്റെ അർത്ഥത്തോടും ആശയത്തോടും കൂടെ കേട്ടു മനസ്സിലാക്കി ആരാധന നിർവഹിച്ച് ഭക്ഷണം കഴിച്ച് അല്പം ഒരു വിശ്രമമെടുക്കുന്ന നമ്മളുടെ വീടിൻ്റെ സമാധാനത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ബന്ധങ്ങളൊക്കെ തന്നെയും അവൻ്റെ ഔദാര്യമാണ്. നമ്മൾ ഒറ്റക്കൊറ്റക്കല്ല പോകുന്നത്. ലോകത്ത് പേരക്കുട്ടികൾ ഉള്ള ജീവി അത് മനുഷ്യൻ മാത്രമാണ്. മറ്റുള്ളവർക്കൊക്കെ മക്കളുണ്ടാവാറുണ്ട്. പക്ഷേ ആ മക്കൾക്ക് മക്കളുണ്ടായോ എന്ന് ഒരു പശുവോ ഒരു പോത്തോ ഒരു ആനയോ ഒന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാറില്ല. ഖുർആൻ മനുഷ്യനെ പഠിപ്പിച്ചത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സന്താനങ്ങൾക്ക് സന്താനങ്ങളുണ്ടായി അവയിൽ ആണിനെയും പെണ്ണിനെയും ഭൂമുഖത്ത് നാം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ആ കൃപാലുവിൻ്റെ കരുണാകടാക്ഷം കൊണ്ടാണ് നമ്മൾ ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, കുടുംബം ഓർക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ മറക്കാൻ ആകില്ല. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ ഫജഅലഹു നസബൻ വസിഹറൻ വകാന റബ്ബുക ഖദീറ. മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അതിനെ തുടർന്ന് അവൻ ഗോത്രങ്ങളെയും അതുപോലെ തന്നെ തുടർച്ചയായ രക്തബന്ധങ്ങളെയും മുലകുടി ബന്ധങ്ങളെയും വൈവാഹിക ബന്ധങ്ങളെയും അവൻ പടച്ചു. ആ പടച്ചവൻ കൃത്യമായി വക്കാന റബ്ബുക ഖദീറ, അവൻ കൃത്യമായി കണക്കാക്കുന്നവനും അളവ് നോക്കുന്നവനുമാണ്. നാം ആൺകുട്ടികളെ പ്രതീക്ഷിക്കുന്നു, പെൺകുട്ടികളെ പ്രതീക്ഷിക്കുന്ന കുടുംബങ്ങളുമുണ്ട്. അള്ളാഹു നാടും നഗരവും വീടും കുടുംബവും നോക്കി തുല്യമായി ഈ ഭൂമുഖത്ത് അവൻ സൃഷ്ടിക്കുന്നു. അവന്റെ സൃഷ്ടിപ്പാണ് നാമും നമ്മുടെ കുടുംബവും. അതുകൊണ്ട് കുടുംബത്തിന്റെ കാര്യത്തിൽ അവന്റെ കൽപ്പനകൾ നാം ശിരസ വഹിക്കുകയല്ലാതെ മാർഗമില്ല. കോടതിയിൽ ഒരു കേസ് വന്നു. കോടീശ്വരിയായ ഒരു സ്ത്രീയും കോടീശ്വരൻ എന്നവകാശപ്പെടുന്ന ഒരു പുരുഷനും വൈവാഹിക ബന്ധത്തിലെ ദാമ്പത്തിക ജീവിതത്തിൽ സാമ്പത്തിക ജീവിതം കടന്നു വന്നതായിരുന്നു. വാദം കേൾക്കുന്നതിനിടക്ക് ഇന്ത്യയുടെ നീതിപീഠത്തിൽ നിന്ന് ഇരിക്കുന്ന ബഹുമാന്യ ദേഹം ചോദിച്ചു, വരൻ കോടീശ്വരനാണ്, വധു കോടീശ്വരിയാണ്, ഇനി എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയൂ എന്നായിരുന്നു. അവരുടെ വാക്കുകൾ, ഞങ്ങൾ തമ്മിൽ ചേർച്ചയില്ല, സമാധാനമില്ല എന്നാണ്. ഖുർആൻ പറയുന്നത് നമ്മൾ കേൾക്കുക. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, കുടുംബബോധമുള്ളവൻ ഏകദൈവ വിശ്വാസി ആയിരിക്കണം എന്നാണ്. എൻ്റെ കുടുംബം
ഞങ്ങളുടെ വിശാല കുടുംബം, ഞങ്ങളുടെ വിവാഹം, ഞങ്ങളുടെ മക്കൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ മറക്കുകയല്ല വേണ്ടത്. ഫഅബ്ദു മാ ശിഅ്തും, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ ലഭ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിനെ നിങ്ങൾ ആരാധിച്ചു കൊള്ളുക. അവരോട് പറയണം, ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറു, നഷ്ടം പറ്റിയവർ ആരാണ്? നഷ്ടം പറ്റിയവരാണ് അൻഫുസഹും വഅഹ്ലിഹിം, അവരെ തന്നെയും അവർക്ക് നഷ്ടപ്പെട്ടു, അവരുടെ കുടുംബവും അവർക്ക് നഷ്ടപ്പെട്ടു, യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ എന്നാണ്. ഇവിടെ വെച്ച് നമ്മളുടെ കൂട്ടങ്ങൾ ഉണ്ടാകും, നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാകും. നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഒന്നടങ്കം നഷ്ടപ്പെട്ടു പോകുന്ന വിപത്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത്. ഒരു കാറപകടം സംഭവിച്ചാൽ കുടുംബം ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്നിരിക്കാം. പക്ഷേ എന്നെയും എന്റെ കുടുംബത്തെയും അന്ത്യദിനത്തിൽ എനിക്ക് നഷ്ടപ്പെടുന്നത് ഏകദൈവ വിശ്വാസത്തിന്റെ നഷ്ടം കൊണ്ട് ഉണ്ടാകും. അലാ ദാലിക ഹുവ ഖസ്റാനുൽ മുബീൻ, അറിയുക, അതാണ് ഏറ്റവും വലിയ നഷ്ടം നമുക്ക് സംഭവിക്കാവുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ സൂറത്തു സുമറിലെ 15-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. തണലിൽ വളർന്നു കഴിഞ്ഞ ഒരു കുടുംബം നമ്മുടെ മുമ്പിൽ മാതൃകയായി നിലകൊള്ളുകയാണ്. ബലിപെരുന്നാൾ സുദിനത്തോടനുബന്ധിച്ച് ഖുത്ബകളിലും ഈദ്ഗാഹുകളിലും നമ്മൾ മുഴങ്ങി കേൾക്കാൻ പോവുകയാണ്. ഭാര്യക്കൊത്ത ഒരു ഭർത്താവും ഭാര്യക്കൊത്തിട്ടുള്ള ഇണങ്ങിയിട്ടുള്ള ഒരു ഭാര്യയും, അതുപോലെ തന്നെ ഭാര്യക്കും ഭർത്താവിനും ഇണങ്ങുന്ന നല്ല തരത്തിലുള്ള സന്താനങ്ങളും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു കുടുംബം. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തെക്കുറിച്ച് പറയാനുള്ളത്. പ്രബോധനത്തിന്റെ മാർഗത്തിലേക്ക് ഇട്ടേച്ചു പോകേണ്ടി വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന വന്നു എന്നറിയിച്ചപ്പോൾ ഈ വീട്ടിൽ ഞങ്ങളെ തനിച്ചിട്ട് പോവുകയാണോ എന്നല്ല ചോദിച്ചത്. ഈ മണൽപ്പരപ്പിൽ ഇട്ടു പോകാനാണ് അള്ളാഹുവിന്റെ ആജ്ഞയെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഇട്ടേച്ച് അള്ളാഹുവിൽ ഏൽപ്പിച്ചു പോകാവുന്നതാണ് എന്നാണ്. മനോധൈര്യത്തിന്റെ മാർഗത്തിൽ ഏകദൈവ വിശ്വാസത്തിന്റെ പ്രചാരണത്തിന് മുവക്കിദുകളുടെ കുടുംബം എഴുന്നേറ്റ് നിന്ന് അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുമ്പോൾ അതിന് പിന്തുണയേകുന്ന ഭാര്യമാരും അതിന് പിന്തുണയേകുന്ന കുട്ടികളും അതിന് പിന്തുണയേകുന്ന ഭർത്താക്കന്മാരും കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്റെ മകന്റെ മകന് വലിയ ഒരു വീട് കയറ്റി കൊടുക്കണേ എന്നായിരുന്നില്ല. വഇദ ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, നാഥാ ഈ നാടിനെ നിർഭയത്വമായ ഒരു പ്രദേശമായി നാഥാ നീ മാറ്റണേ. വജ്നുബനി, എന്നെ നീ അകറ്റണം. വബനിയ, എന്റെ സന്താനങ്ങളെയും. അന്ന അബ്ദൽ അസ്നാം, വിഗ്രഹങ്ങളെ അല്ലാഹു അല്ലാത്തതിനെ ആരാധിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെയും എന്റെ കുടുംബങ്ങളെയും എന്റെ മക്കളെയും കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്നു, ദൃഢവിശ്വാസികളായ ഉപ്പമാർ ഇസ്ലാമികമായ നിർവഹണ രീതി കുടുംബരംഗത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില അവിവേകങ്ങളെ കൊണ്ട് അജ്ഞതയിലേക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ നമ്മളുടെ സന്താനങ്ങൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അന്ന അബ്ദുൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നാഥാ നീ ഞങ്ങളെ തടയണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബയിലും മകനെ കൂട്ടി കെട്ടിപ്പടുത്ത ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചുവെങ്കിൽ അനിവാര്യമായ പ്രാർത്ഥനയുടെ നിമിഷമാണ് എന്ന് എന്റെ ഉപ്പമാരെയും ഉമ്മമാരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സന്തതികൾ അത് സമർപ്പണത്തിൻ്റെതാകണം. പ്രിയപ്പെട്ട ഉപ്പമാർ ധാർമ്മിക രംഗത്തും ആദർശ രംഗത്തും നമ്മളെ ഉപദേശിക്കും. ആ ഉപദേശം കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. ഉപ്പ, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയും. മക്കളല്ല, നമ്മളും ഉപ്പയും ആദർശ സാമൂഹിക സാമ്പത്തിക നിർദ്ദേശങ്ങളെ ശിരസ വഹിക്കുന്നവരാണ്. ഫലമ്മാ ബലഗ മഅഹു അസ്സഅയ, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം സന്താനം നടന്നു പോകാനുള്ള പ്രായമെത്തിയപ്പോൾ ഖാല, പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം, ഞാൻ ഉറക്കത്തിൽ നിന്നെ കണ്ടിരിക്കുന്നു, അന്നി അസ്ബഹുക, നിന്നെ അറുക്കണം എന്ന്. ഫൻളുർ മാദാ തറ, മോനെ നിന്റെ അഭിപ്രായം എന്താണ്?
നമ്മളുടെ കുഞ്ഞുമോനോട് അങ്ങനെ ചോദിക്കായി നമ്മളുടെ കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മണൽപ്പരപ്പിൽ വാർത്തെടുത്ത തീച്ചോളയിൽ വാർത്തെടുത്ത് വെയിലത്തും ജീവിതത്തിൽ വാടാത്ത ആ കൺകുളിർമ ഉത്തരം പറഞ്ഞു. യാ അബത് ഇഫ്അൽ മാ തുഅ്മർ, ഉപ്പ നിങ്ങളോട് എന്താണ് അല്ലാഹു കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തേക്കുക. സതജിദൂനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ, ഞാൻ ചിലപ്പോൾ ഉപ്പ ബലിയറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലെ ഒരു കുട്ടിയായിരിക്കാം, പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഷമാലുക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തും. അതുകൊണ്ട് ഉപ്പ അത് ചെയ്തേക്കൂ എന്ന അനുസരണശീലന്മാരായ മക്കൾ നമ്മളുടെ ഏറ്റവും വലിയ സ്വത്താണ്. പ്രിയപ്പെട്ട മക്കളെ, ഉപ്പ പറയുന്ന ദീനിയായ കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ നിർവഹിക്കും എന്ന് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൽ പങ്കെടുത്ത കുഞ്ഞുമക്കളായ നമ്മെ സംബന്ധിച്ച് ഉപ്പമാർക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രസ്ഥാനമാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ. ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളല്ല. നമ്മളെല്ലാവരും ഉണ്ടായിട്ടും ഒരു പ്രസ്ഥാനത്തെ കാത്തു സൂക്ഷിക്കാൻ ഒരുപാട് പാടുപെടുന്നു, ഒരുപാട് പ്രതിസന്ധികളിൽ അകപ്പെടുന്നു. അള്ളാഹു സർവ്വവിധ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരൊറ്റ വ്യക്തി അള്ളാഹു പറഞ്ഞു, അവൻ ആ പ്രവാചകൻ ഒരു ഉമ്മത്താണ്, ഒരു പ്രസ്ഥാനമാണ്. ആത്മവിശുദ്ധി അത് അനിവാര്യമായ വർഷങ്ങളും നൂറ്റാണ്ടുകളുമാണ് കടന്നു പോകുന്നത്. ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഡൽഹിയിലെ പെൺകുട്ടിയെ വേണ്ടാത്തരത്തിൽ ഉപയോഗിച്ച് 3 വർഷം ജുവനൈൽ ഹോമിൽ താമസിപ്പിച്ചത് പ്രായപൂർത്തി എത്താത്ത ഒരു ചെറുപ്പക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ശിശുവാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖുർആനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വഖലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈതലക് ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മത്വായ ഇന്നഹു ലാ യുഫ്ലിഹു അല്ലാലിമൂൻ. നോക്കൂ നിങ്ങൾ, ഒരു ചെറുപ്പക്കാരി വാതിലിന്റെ ഓരത്ത് നിന്നുകൊണ്ട് സുമുഖനായും സുന്ദരനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ റൂമിലിട്ടടക്കുന്നു. എന്നിട്ട് ആ സഹോദരി പറയുന്നു, സുമുഖിയും സുന്ദരിയുമായ സഹോദരി പറയുന്നു, നീ എന്റെ അടുക്കലേക്ക് വരണം എന്ന്. ആധുനികതയിൽ ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും നോക്കി വീട്ടിലുള്ള സഖിയുടെ വെച്ച് വിളമ്പിയ ചോറ് തിന്നുകൊണ്ട് നെറ്റ് കഫേകളിൽ നിന്ന് ചാറ്റ് ചെയ്ത് ചീറ്റായി പോകുന്ന കുടുംബനാഥങ്ങളെ നമ്മൾ ഓർക്കേണ്ടുന്ന ധാർമ്മികതയാണത്. ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. ഇന്നഹു റബ്ബി, അവൻ എന്റെ സൃഷ്ടാവാണ്. അഹ്സന മത്വായ ഇന്നഹു ലാ യുഫ്ലിഹു അല്ലാലിമൂൻ. അക്രമം ചെയ്യുന്നവൻ ബോംബെറിയണം എന്നില്ല. ധാർമ്മികതയുടെ ഏറ്റവും നല്ല ഉത്തമമായ മാതൃക ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃക ആധുനിക യുവതക്ക് മുമ്പേ തുറന്നു വെക്കാൻ ഓരോ ഗ്രാമത്തിൽ നിന്ന് വന്ന കുടുംബത്തിലെ കുടുംബനാഥന്മാർക്കും കുടുംബിനികൾക്കും ആകേണ്ടതുണ്ട്. ശത്രുതകൾ ഇന്ന് കൂടപ്പിറപ്പാണ്. നമ്മളുടെ വീട്ടിൽ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു വർഷത്തെ ഇടവേളയിൽ പിറന്ന കുഞ്ഞുങ്ങൾ പോലും പരസ്പരം കണ്ടുകൂടാത്തവരാണ്. പരസ്പരം കണ്ടുമുട്ടുന്നത് ചിലപ്പോൾ ഹൈക്കോർട്ടിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സെഷൻസ് കോടതിയുടെയോ മുമ്പിൽ സ്വത്ത് തർക്കം തീർക്കാൻ വക്കീലുമാരുടെ മുമ്പിൽ വെച്ചാണ് കാണുന്നത്. ഖുർആൻ പറഞ്ഞു, ലഖദ് കാന ഫീ യൂസുഫ് വഇഖ്വതിഹി ആയാത്തുൽ ലിസ്സായിലിൻ. ചോദിക്കുന്നവർക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സഹോദരന്മാരുടെയും ആ ചരിത്രത്തിൽ നിങ്ങൾക്കൊരു പാഠമുണ്ട് എന്നാണ്. ശത്രുതയുണ്ടായിരുന്നു. ഉപ്പക്ക് സ്നേഹമാണ് എന്ന് അല്പം തോന്നിപ്പോയപ്പോൾ കിണറ്റിലെറിയാനും ചെന്നായ കടിച്ചു എന്ന് പറയാനും ആ മക്കൾ മുതിർന്നു. രണ്ടാമത്തേത് ആ അരിച്ചാക്കിൽ ഒരു അളവ് പാത്രം നിക്ഷേപിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും തന്റെ സഹോദരനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതെയാക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ വിധി മറുത്തൊന്നായിരുന്നു. നമ്മളുടെ വീട്ടിൽ ചിലപ്പോൾ ഒന്നിനും പറ്റാത്തവൻ എന്ന് ആക്ഷേപിച്ച് തള്ളുന്ന ഒരു കുഞ്ഞുണ്ടായിരിക്കാം. അവൻ നമുക്കൊരു ശല്യമായിരിക്കും. മാറാപ്പുകറ്റുന്നതും വരാൻ എന്ന് പറഞ്ഞതുപോലെ തിരിച്ചും വരുന്നതാണ്.
യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അവസാനം ആ ശത്രുതയൊക്കെ കാണിച്ചവരൊക്കെ ഒരുമിച്ച് ഒരു വീട്ടുമുറ്റത്ത് നിൽക്കുകയാണ്. ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ശത്രുത കാണിച്ച സഹോദരന്മാരുണ്ട്. അവരോട് ആധാരം ചോദിച്ചില്ല, അവരോട് ഈർഷ്യം പുലർത്തിയില്ല. ഖാല ലാ തസ്രിബ അലൈക്കും അൽ യൗമ, ഇന്ന് നിങ്ങളുടെ മേൽ പ്രതികാരത്തിന്റെ നടപടികളോ ഒന്നും തന്നെയില്ല, അവസാനിപ്പിച്ചിരിക്കുകയാണ്. അൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവൻ ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ്. 4 മക്കളുണ്ടാകാം, 5 മക്കളുണ്ടാകാം. നമ്മൾ ഉപ്പക്കും ഉമ്മക്കും ഒരുമയിൽ നിന്നുകൊണ്ട് സേവനം ചെയ്യേണ്ടവരാണ്. ഒരാൾ പ്രഷറിന്റെ ഗുളിക കൊടുക്കുമ്പോൾ ഒരാൾ ഷുഗറിന്റെ ഗുളിക വാങ്ങിക്കൊടുക്കേണ്ടവരാണ്. ഒരുത്തൻ കാലിന് തേക്കാനുള്ള കുഴമ്പ് വന്നു കൊടുക്കേണ്ടവനാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അത് മാതാപിതാക്കൾക്ക് സന്തോഷമാണ്. സന്താനങ്ങൾ ഒരു സൗഭാഗ്യമാണ്. സന്താന സൗഭാഗ്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ പലതരത്തിലുള്ള മുള്ളുമുരട്, മൂർഖൻ പാമ്പ് മുതൽ കാഞ്ഞിരക്കുറ്റി വരെ എന്ന പദപ്രയോഗം പോലെ ആരാധിക്കപ്പെടുന്ന സമൂഹമാണ് ഇന്ന്. അതിലേക്ക് നമ്മൾ ഒരാരാധ്യ വസ്തുക്കളെയും മുജാഹിദ് പ്രസ്ഥാനത്തിലെ സഹോദരന്മാരെ നമ്മൾ വെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. കണ്ണിൽ കണ്ടതോടെ ആരാധിക്കപ്പെടുമ്പോൾ ആരാധ്യരെ തെരഞ്ഞു നടക്കുന്ന ആളുകളോട് അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് അത്യുച്ചത്തിൽ പറയുന്ന സഹോദരന്മാരാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. ഓർത്തു നോക്കൂ, ഖുർആൻ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ വഇന്നി ഖഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബ് ലീ മിൻ ലദുൻക വലിയ. ഒരു സന്താനത്തെ സൗഭാഗ്യമായി തരണം. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. സന്താന സൗഭാഗ്യമില്ലാതെ വരുമ്പോൾ ഏതെങ്കിലും ജാറങ്ങളിൽ പോയി അവിടെ തന്റെ അപേക്ഷകൾ സമർപ്പിക്കുന്ന സ്വഭാവം ഇസ്ലാമിക് ഖുർആനിന്റെ തണലിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകാൻ പാടില്ല. സഹോദര ബന്ധങ്ങളൊക്കെയും തകർത്തെറിഞ്ഞ് എന്റെ വീട്, എന്റെ കുട്ടികൾ, എന്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർദ്, ഭൂമുഖത്തെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ രക്തബന്ധങ്ങൾ നിങ്ങൾ മുറിച്ചു കളയുകയും ചെയ്യുന്നു. സൂറത്ത് മുഹമ്മദിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് അതിന്റെ അവസാനം? പരിഹരിക്കും. അവരുടെ കണ്ണിന്റെ കാഴ്ചയും അവരുടെ കേൾവിയുടെ ശക്തിയും അവരുടെ സംസാരശേഷിയും അള്ളാഹു വീണ്ടെടുക്കും, കാരണം തിരിച്ചെടുക്കും. കാരണം ഇതൊക്കെ നമുക്ക് നൽകിയത് കുടുംബത്തെ കാണാനും അന്വേഷിക്കുവാനും കുടുംബബന്ധം ചേർക്കാനുമാണ്. സന്തതികളും ഉപ്പമാരും ഉമ്മമാരും സാമ്പത്തികമായി ആർത്തി മൂത്തവർ ആകാൻ പാടില്ല. സമ്പത്തിനോട് നമുക്ക് സ്നേഹമുണ്ടാകും. സമ്പത്തിന്റെ പേരിൽ പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ആദിയാത്ത്. 4 കാലുള്ള കുതിര ചോറ് കൊടുത്ത തന്റെ യജമാനന് വേണ്ടി കൂറ് കാണിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുകയാണ് യുദ്ധക്കളത്തിൽ. 6 ആയത്തുകൾ പറഞ്ഞു അള്ളാഹു പറഞ്ഞു ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. പക്ഷേ ഇരുകാലിയായ മനുഷ്യൻ തന്റെ നാഥനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, അവൻ തന്നെയും അതിനൊരു സാക്ഷിയാണ്. എന്താ കാരണം? അവൻ സമ്പത്തിന് അമിതമായി അവൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. പരിശുദ്ധ ഖുർആൻ ഉണ്ടാവുകയില്ല. അതിൽ എന്റേതാണ്, ഈ ഫ്ലാറ്റ് എന്റേതാണ്, ഈ വീട് എന്റേതാണ്. അതിൽ ഒരാൾക്കും പരമാധികാരമില്ല. അല്ലാഹുവിനെ ഓർക്കേണ്ടടുത്ത് അവൻ മറന്നു. ആ വീട്ടിൽ മറ്റൊരു മകനുണ്ടായിരുന്നു.
അവൻ പറഞ്ഞു അകഫർത, നീ നിഷേധിക്കുകയാണല്ലേ, ബില്ലദീ ഖലഖക മിൻ തുറാബ്, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച നിന്റെ നാഥനെ നീ നിഷേധിക്കുകയല്ലേ, സുമ്മ മിൻ നുത്ഫത്തിൻ റജുല, നിന്നെ ഒരു പുരുഷനായി മാറ്റുകയും മാറ്റിയെടുത്ത അല്ലാഹുവിനെ നീ നിഷേധിക്കുകയാണല്ലേ. അങ്ങനെ നീ ഒരിക്കലും പറയരുത്. നിനക്കിതിനേക്കാൾ സുന്ദരമായ തോട്ടം അല്ലാഹുവിൽ വിശ്വസിച്ചാൽ നിനക്കവൻ വീണ്ടും തരും. എന്നാൽ ഒന്നാമത്തവനെ സംബന്ധിച്ച് അതൊന്നും വിഷയമായില്ല. ഖുർആൻ പറഞ്ഞു വഉഹീത ബിസ്സമരിഹി ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹാ. അവൻ ചെലവഴിച്ചതിന്റെ കാര്യത്തിൽ നഷ്ടം സംഭവിച്ചപ്പോൾ അവൻ കൈയുയർത്തി യാചിക്കുകയാണ്. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ, അതിന്റെ ആ തോട്ടത്തിന്റെ മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും തോട്ടം നിലനിൽക്കെ ആ മുന്തിരിത്തോട്ടം അതിന്റെ പന്തലടക്കം താഴെ താണ് അവ തകർന്നടിഞ്ഞു വീണ് നശിച്ചുപോയി. അവൻ പറഞ്ഞു യാ ലൈതനി ലം ഉശ്രികു ബിറബ്ബി അഹദ, എന്റെ നാഥനിൽ ഞാൻ പങ്കുചേർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്താണ് ആ പങ്കുചേർക്കൽ? എന്റെ കാർ അതെന്റേതാണ്, എന്റെ ഫ്ലാറ്റ് അതെന്റേതാണ്, എന്റെ വീട് അതെന്റേതാണ്, എന്റെ തോട്ടം അതെന്റേതാണ്, മക്കളെ അതൊക്കെ നമ്മളുടേതാണ്. അതിന്റെ ഉടമസ്ഥന് അതിൽ പങ്കാളിത്തമുള്ള എന്ന തോന്നൽ അള്ളാഹുവിലുള്ള പങ്കു ചേർക്കലിലേക്കുള്ള ചിന്തയാണ്. അതുകൊണ്ട് കുടുംബപരമായി എല്ലാം അള്ളാഹു തന്നതാണ് എന്ന് വിശ്വസിക്കുക. അവകാശങ്ങൾ കൊടുക്കണം. നമുക്ക് അവകാശങ്ങളുണ്ട്, നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നുണ്ട്. ഖുർആൻ പറഞ്ഞു വഅതിദൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ വബ്നസ് സബീൽ, നിങ്ങൾ അടുത്ത ബന്ധുക്കൾക്കും പാവപ്പെട്ടവർക്കും അതുപോലെ വഴിയാത്രക്കാർക്കും നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഓരോ മഹല്ലുകളിലും കൊടുക്കാൻ നമ്മളേ ഉള്ളൂ. അന്വേഷിച്ച് കണ്ടെത്തി സക്കാത്തിന്റെ സംഘടിത വിഹിതത്തെ സമൂഹത്തിലേക്ക് എത്തിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതിനപ്പുറം കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മഹല്ലിന്റെ ആദർശ പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഈ സഹായ രംഗത്തു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് നമുക്ക് പണയം തികയുന്നില്ല. എന്താണ് തികയാത്തത്? വലാത്തുബദിർ തബ്ദീറ, നിന്ന് തിരിയാൻ 10,000 തികയാത്ത കുടുംബങ്ങളുണ്ട്. നമ്മളുടെ വീട്ടിലെ TV അത് ഇപ്പോൾ ഇന്നലെ മുതൽ കാഴ്ച കുറഞ്ഞിരിക്കുന്നു, ഫ്രിഡ്ജിന്റെ തണുപ്പ് കുറഞ്ഞിരിക്കുന്നു, കാറിന്റെ കുലുക്കം കൂടിയിരിക്കുന്നു, അതുപോലെ തന്നെ വീട്ടിലുള്ള ബൾബിന്റെ കളറൊക്കെ കുറഞ്ഞിരിക്കുന്നു. എന്താണ് കാരണം? ഓണം ഓഫർ വന്നിരിക്കുന്നു എന്നതാണ്. നമുക്ക് ലഭ്യമായതെന്താണോ എല്ലാം മറക്കുകയാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ദൂർത്തടിക്കുന്നവനെ കുറിച്ച് ഖുർആൻ മറ്റൊരു ഉപമ പറഞ്ഞു. മുന്തിരിത്തോട്ടം പോലെയാണ് നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അയവദ്ദു അഹദുക്കും അൻ തകൂന ലഹു ജന്ന, നിങ്ങൾക്കൊരു തോട്ടമുണ്ടായിരുന്നു, മിൻ നഖീലിൻ വഅനാബിൻ, ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടം നിങ്ങൾക്കുണ്ടായിരുന്നു. വത്തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടെ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഫീഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴങ്ങളും ആ തോട്ടത്തിലുണ്ട്. വഅസ്വാബഹു അൽ കിബർ, അവനെ സംബന്ധിച്ച് അവന് പ്രായാധിക്യം വന്നു. വലഹു ദുർരിയത്തുൻ, അവന് സന്തതികളുണ്ട്. എങ്ങനെ? ദുഅഫാഉൻ, വളരെ ദുർബലരായ സന്തതികളും ഉണ്ട്. ആ സമയം ഫഅസ്വാബഹാ ഇഅ്സാറുൻ ഫീഹി നാറുൻ ഫഹതറഖത്, അവിടെ ഒരു തീ കടന്നു വന്നു. തീ എന്തു ചെയ്തു? ആ തോട്ടത്തെ കരിച്ചു കളഞ്ഞു. അതുപ്രകാരമാണ് നിങ്ങൾ നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും അൽ ആയാത്ത് ലഅല്ലക്കും തതഫക്കറൂൻ. ചിന്തിക്കുന്ന കുടുംബ ബന്ധുക്കളെ ഓർക്കുക, ദുർവിനിയോഗം നടത്തുന്ന സമ്പത്ത് നമ്മളുടെ ദുർബലന്മാരായ മക്കൾക്ക് അനന്തരമായി കിട്ടേണ്ടുന്ന സ്വത്താണ്. ആ സ്വത്ത് നശിപ്പിച്ച് കളഞ്ഞു ദൂർത്തടിച്ച് കളയുന്നത് അവസാനം നിങ്ങൾ പ്രായാധിക്യം വന്നിരിക്കുമ്പോൾ ആ മക്കൾക്കൊരുക്കി വെച്ച തോട്ടം തീ പടർന്ന് കത്തിത്തീരുന്നത് പോലെയാണ്. ദീനുള്ള മക്കളായിരിക്കണം. നമ്മളുടെ ഉപ്പയുടെ ബൈക്കിന്റെ പിറകെ കുട്ടിയെ കാണുന്നുണ്ട്, കാറിന്റെ പിറകെ കുട്ടിയെ കാണുന്നുണ്ട്, കാറിന്റെ തൊട്ടു പിറകിലുള്ള ഡിക്കിൽ കുട്ടിനെ കാണുന്നുണ്ട്. അതേപോലെ എപ്പോഴും മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഉപ്പയെ കാണുന്നു, ഉപ്പയുടെ പിറകെ മക്കളെ കാണുന്നുണ്ട്. പള്ളിയിലേക്കും ക്യാമ്പിനും പോകുമ്പോൾ മക്കളെ പിറകിൽ കാണുന്നില്ല. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖനാ ബിഹിം ദുർരിയ്യതഹും, സന്താനങ്ങൾ ഈമാനിന്റെ കാര്യത്തിൽ വാപ്പമാരെ പിന്തുടർന്നാൽ, രക്ഷിതാക്കളെ പിന്തുടർന്നാൽ, പരലോകത്ത് ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ മക്കൾ നമ്മളുടെ തൊട്ടടുത്തുള്ള പിറകിലുള്ള സീറ്റിലുണ്ടായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ അമലിൽ നിന്ന് ഒന്നും പോലും കളഞ്ഞു പോകുന്നതല്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളുടെ വീട്ടിലുള്ളത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനമാണോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനമാണോ എന്ന് പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉപ്പമാർ ഇന്നു തന്നെ പുനരാലോചിക്കുക. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനെ പോലെയുള്ള മകനാണ് ഞാനും നിങ്ങളുമൊക്കെ എങ്കിൽ
ആ മക്കളായ ഞങ്ങളെ തിരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം ഉപ്പമാർക്കാണ്. തൗഹീദിന്റെ ഉപദേശമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. ഫലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ഫതകൂന മിനൽ മുഅദ്ദബീൻ. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. ഖുർആൻ പറഞ്ഞു വഅൻദിർ അശീറതകൽ അഖറബീൻ. അത് നിന്റെ കുടുംബ ബന്ധുക്കളെ നീ കാര്യമായി മുന്നറിയിപ്പ് കൊടുക്കണം എന്നാണ്. ബിരിയാണി നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുടുംബക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. വാഹനത്തിന്റെ ലിഫ്റ്റ് നമ്മളുടെ കുടുംബക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. കല്യാണത്തിന്റെ സമയം അല്പം പണം ആവശ്യമുള്ളത് അത് നമ്മളുടെ വീട്ടിൽ നിന്നും നമ്മുടെ കുടുംബക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. തൗഹീദ് അത് നമ്മളുടെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകുമോ എന്ന് ആലോചിക്കുക. ആരാധനകളും സക്കാത്തും ഉപദേശത്തിലുണ്ടാകണം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്ത്. നിസ്കാരത്തെ കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തുമായിരുന്നു, കൽപ്പിക്കും. വസ്സക്കാത്ത്, സക്കാത്തിനെ കുറിച്ചും. വകാന ഇൻദ റബ്ബിഹി മർളിയ. അല്ലാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെടപ്പെട്ടവനായിക്കൊണ്ടാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിയപ്പെട്ടത്. ഭാര്യ ഭർത്താവ് എങ്ങനെയാകണം? ഇന്നൽ മുസ്ലിമീൻ, മുസ്ലിമായിരിക്കണം. വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീൻ, ഭയഭക്തരാകണം. അൽ ഖാനിതാത്ത്, ഭയഭക്തകളായ സ്ത്രീകളായിരിക്കണം. വസ്വാദിഖീൻ, സത്യസന്ധന്മാരായ ഭർത്താക്കന്മാരാകണം. വസ്വാദിഖാത്ത്, സത്യസന്ധന്മാരായ ഭാര്യമാരാകണം. വസ്വാബിരീൻ, ക്ഷമിക്കുന്ന ഭർത്താക്കന്മാർ. വസ്വാബിറാത്ത്, ക്ഷമിക്കുന്ന ഭാര്യമാർ. വൽ ഖാശിഈൻ, ഭയഭക്തരായ ഖുശൂഉള്ള താഴ്മയുള്ള ഭർത്താക്കന്മാർ. വൽ ഖാശിആത്ത്, താഴ്മയുള്ള സഹോദരിമാർ. വൽ മുതസദ്ദിഖീൻ, ധർമ്മസമരം ചെയ്യുന്ന ഭർത്താക്കന്മാർ. വൽ മുതസദ്ദിഖാത്ത്, ധർമ്മസമരം ചെയ്യുന്ന സ്ത്രീകൾ. വസ്വാഇമീൻ, നോമ്പ് നോൽക്കുന്ന പുരുഷന്മാർ. വസ്വാഇമാത്ത്, നോമ്പ് നോൽക്കുന്ന സഹോദരിമാർ. വൽ ഹാഫിളീന ഫുറൂജഹും, അവരുടെ ലൈംഗിക അവയവത്തെ സൂക്ഷിക്കുന്ന പുരുഷന്മാർ. വൽ ഹാഫിളാത്ത്, ലൈംഗിക അവയവത്തെ സൂക്ഷിക്കുന്ന സ്ത്രീകൾ. വദ്ദാകിരീന അല്ലാഹ കസീറ, അല്ലാഹുവിനെ കൂടുതലായി ഓർക്കുന്ന പുരുഷന്മാർ. വദ്ദാകിറാത്ത്, കൂടുതൽ ഓർക്കുന്ന സ്ത്രീകൾ. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ വഅജ്റൻ അളീമ, നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലം അല്ലാഹു ഒരുക്കി വെച്ചു. എന്താണത്? നിങ്ങളെ വിളിച്ചുകൊണ്ട് പറയും ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കുക. അൻതും, നിങ്ങളുടെ ഭാര്യമാരും കിടക്കുക. തുഹ്ബറൂൻ, സന്തോഷ ആധിക്യത്താൽ തുള്ളിച്ചാടുന്നവരായി നിങ്ങൾ അങ്ങോട്ടെത്തുക. ദൂർത്തിന്റെ മേഖലയിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നു. സമയം അവസാനിക്കുന്നു. ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അല്ലേ? നമ്മളുടെ രാജ്യത്തിന്റെ പരമോന്നത പീഠത്തിലിരുന്നു കൊണ്ട് ധനകാര്യമന്ത്രി ബഹുമാന്യനായ പി ചിദംബരം സർ പറഞ്ഞു, സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ലഘൂകരിക്കുക, രാജ്യത്തെ രക്ഷപ്പെടുത്തുക എന്ന്. 1450 കൊല്ലം മുമ്പ് ഖുർആൻ പറഞ്ഞു വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫില്ല, സ്വർണവും വെള്ളിയും നിധിയാക്കി കൂട്ടിവെക്കുന്നവർ. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അത് ചെലവഴിക്കുന്നില്ല. ഫബശ്ശിർഹും, അവരെ അറിയിക്കുക. ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ. എന്നിട്ടോ യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും, അവരുടെ മുതുകിലും അവരുടെ പിറകിലും അവരുടെ ഒരു ഭാഗത്തും നെറ്റിയിലും കുന്നുകൂട്ടി വെച്ച 50 പവനും 100 പവനും എടുത്തുകൊണ്ട് ചൂടുപിടിച്ച് കരിക്കുന്ന അവസ്ഥ വരും. ഹാദാ മാ കനസ്തും, നിങ്ങൾ നിധിയായി കൂട്ടിവെച്ച സ്വർണ്ണമാണിത്. ലി അൻഫുസിക്കും, അനുഭവിക്കുക എന്ന് അള്ളാഹു നമ്മളോട് പറയും. ധാർമ്മിക രംഗത്ത്, കുടുംബരംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ആരാധന രംഗത്ത്, വിശ്വാസത്തിന്റെ രംഗത്ത് ഖുർആനിന്റെ തണലിൽ ജീവിക്കുന്ന കുടുംബങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. നമ്മുടെ പണ്ഡിതന്മാർക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.